നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2024 ഏപ്രിൽ 12 ശേഷം സൗഭാഗ്യത്തിൻ്റെ നാളുകൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. 4 രാശിയിൽപ്പെട്ട ഈ നക്ഷത്രജാതകർക്ക് ശുഭകാര്യങ്ങൾ നടക്കുന്ന സമയം. സകലവിധ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം. എല്ലാ ദോഷങ്ങളും അവസാനിക്കുന്നു, എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള നാളുകളിൽ കഴിയും, ഉറപ്പാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത്. സമയദോഷവും കാലക്കേടുകളുമൊക്കെ അവസാനിച്ച് വഴിപാടിൻ്റെ ഗുണവും ഈശ്വരാനുഗ്രഹം കൊണ്ടും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോകുകയാണ്. ഇവർ ഇതുവരെ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. നമുക്കറിയാം, ഓരോ ഗ്രഹമാറ്റവും രാശിമാറ്റവും ഒക്കെ പല രീതിയിലാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്. ചിലർക്കത് അനുകൂലവും മറ്റു ചിലർക്ക് പ്രതികൂലവുമായ സമയത്തെ സമ്മാനിക്കും. എന്നാൽ ഈ നക്ഷത്രജാതകരുടെ കാര്യത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നൽകുന്നത്. ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. വിധിയെപ്പോലും മാറ്റിമറിക്കുന്ന പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് ഇനി നടന്നു കിട്ടും. അത്രയധികം സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നരാകുന്ന, നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന ആ ആദ്യത്തെ രാശിക്കാർ മിഥുനൻ രാശിക്കാർ തന്നെയാണ്. എല്ലാ സങ്കടങ്ങളും അവസാനിച്ചു ഒരുപാട് സമൃദ്ധിയിലേക്ക് ഇവർ എത്താൻ പോവുകയാണ്. ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. മിഥുനക്കൂറുകാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയം. മകീരം, തിരുവാതിര, പുണർതം ഈ നക്ഷത്രജാതകർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. കടങ്ങളൊക്കെ മാറിക്കിട്ടും. പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയിൽ ജീവിക്കുവാൻ സാധിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും, ഉറപ്പാണ്. മകീരം, തിരുവാതിര, പുണർതം എന്നീ നക്ഷത്രജാതകർക്ക് ധനപരമായിട്ടുള്ള ഉയർച്ച കാണുന്നു. ധാരാളം ധനം ഇവർക്ക് വന്നു ചേരും. ഇവരുടെ കടങ്ങളൊക്കെ തീരും. പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. സൂര്യഗ്രഹണവും ഇവർക്ക് ഒരുപാട് നല്ല ഫലങ്ങളാണ് നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർതത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോകുന്നു. ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഇനി നിഴലിക്കും. ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ക്ഷേത്രദർശനം വേണം. ക്ഷേത്രദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക. ഈ നക്ഷത്രജാതകർ തീർച്ചയായും ഇവർക്ക് വിജയിക്കുവാൻ കഴിയും. എല്ലാ മേഖലയിലും ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച ഇവർക്ക് വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ധനാഭിവൃദ്ധി ഇവരെ തേടിയെത്തും. നേതൃസ്ഥാനം ലഭ്യമാകും. അതുപോലെ തന്നെ വസ്തുവകകൾ വാങ്ങുവാൻ അല്ലെങ്കിൽ വീട് വയ്ക്കുവാൻ, വിവാഹമൊക്കെ മുടങ്ങിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കുവാൻ, വിദേശ രാജ്യത്ത് പോകാൻ, ഇതിനൊക്കെ അനുകൂലമായൊരു സമയമാണ്. അടുത്ത നക്ഷത്രജാതകർ കന്നിക്കൂറുകാരാണ്. കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. ശിവ അയ്യപ്പ ഭജനം നടത്തുക. ശിവഭഗവാന്റെയും അയ്യപ്പ ഭഗവാന്റെയും പാട്ടുകൾ കേൾക്കുക. ഭജനം നടത്തുക.
ക്ഷേത്രദർശനം നടത്തുക, അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും. ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും. ഇതുവരെ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. ഒത്തിരി സൗഭാഗ്യങ്ങളാണ്, ഒത്തിരി നേട്ടങ്ങളാണ് ഇവരെ തേടി വരിക. ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയം. ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും, ഉറപ്പാണ്. അടുത്ത നക്ഷത്ര ജാതകർ കുംഭക്കൂറുകാരാണ്. അവിട്ടവും ചതയവും പൊരുരുട്ടാതിയും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. വീട് വയ്ക്കുവാൻ സാധിക്കും, വാഹനം വാങ്ങുവാൻ സാധിക്കും, ധനാഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുക തന്നെ ചെയ്യും. അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. ഇനി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക തന്നെ ചെയ്യും. നിരവധി ഗ്രഹമാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ നിലവിലുണ്ട്. ആ ഗ്രഹമാറ്റങ്ങളും ഇവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒത്തിരി സൗഭാഗ്യങ്ങൾ, ഒത്തിരി നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരാനുണ്ട്. ഭാഗ്യം തെളിഞ്ഞു വരുന്നു, സമയം തെളിഞ്ഞു വരുന്നു. ഒത്തിരി നല്ല നാളുകൾ ഇവരുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഏപ്രിൽ 12 ശേഷം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കും. സൗഭാഗ്യത്തിൻ്റെ നാളുകൾ. ലോട്ടറിയൊക്കെ എടുക്കുന്നവർ, ലോട്ടറിയിലൊക്കെ ഭാഗ്യ പരീക്ഷണം നടത്തുന്നവർക്ക് വളരെ ശുഭകരമാണ്. വളരെ നല്ല സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ഉറപ്പായും ഇവർ രക്ഷപ്പെടും. അതിൽ യാതൊരു സംശയവും വേണ്ട, രക്ഷപ്പെട്ടിരിക്കും. അടുത്ത നക്ഷത്രജാതകർ മേടക്കൂറുകാരാണ്. മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും അപ്രതീക്ഷിതമായ ധനനേട്ടം വന്നു ചേരും. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും. ഈ നാളുകാർക്ക് ഉയർച്ചയുടെ സമയമാണ്. സാമ്പത്തികപരമായും കുടുംബപരമായും നല്ല കാലമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് അതെന്താണോ അതൊക്കെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും നടന്നു കിട്ടും. അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് ഇവർ പോകുന്നു. സൗഭാഗ്യത്തിൻ്റെ ദിവസങ്ങളാണ് ഇവരുടെ മുന്നിൽ ഇനി തുറക്കപ്പെടുന്നത്. ഒരുപാട് ധനം വന്നു ചേരും. ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യമാകും. ഏത് മേഖലയിൽ കൈവയ്ക്കുന്നുവോ അവിടെയൊക്കെ ഇവർക്ക് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുവാൻ കഴിയും. ഇവരുടെ ജീവിതം രക്ഷപ്പെടും എന്നു തന്നെ നമുക്ക് പറയാം. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. വിജയവും നേട്ടവും ഉണ്ടാകും. മംഗളകരമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും, ഉറപ്പാണ്. ഭാഗ്യമാണ്, ഉയർച്ചയുമാണ്, നേട്ടമാണ്.